ഹനുമാൻ സാറുമായിട്ട് ഇതുവരെ നേരിട്ടിരുന്ന ഒരു കമ്പോസിങ് സെഷൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മലയം കുഞ്ഞ് ചെയ്യുന്ന സമയത്ത് സാറ് ദുബായിലും ഞാനിവിടെ സജീവൻ ചേട്ടൻ്റെയും മഹേഷ് നാരായണൻ്റെ ഒക്കെ കൂടെ ഇവിടെയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വിദ്യാസാഗറിൻ്റെ പാട്ടുകളാണ്. അത് ഞാൻ ബൈ ചോയ്സ് എടുത്തൊരു ഡിസിഷൻ അല്ല, എന്നെ തിരഞ്ഞെടുത്ത് ആ പാട്ടുകൾ എന്നിലേക്ക് വന്നു എന്നൊക്കെ എനിക്ക് തോന്നലാണുള്ളത്. താഴ്വാരം എന്നുള്ള പാട്ട് ചെയ്തപ്പോൾ സുഷിനാണ് പാടിയത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം വർക്ക് ചെയ്യുന്നത് സിംഗർ സുഷിൻ ശ്യാമുമായിട്ടാണ്. ഭാഷ പലപ്പോഴും ടൂളാണെങ്കിൽ അതേപോലെ തന്നെ ചില സമയത്ത് അതൊരു ബാരിയറുമാണ്. ഇപ്പൊ മഞ്ഞുമേലിൽ എഴുതിയ തായ്മനം എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് വളരെയധികം ഇപ്പൊ ഈ വർഷം ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്മനത്തിലെ വരിയാണ്. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1997 മുതൽ അങ്ങോട്ട് 98, 99 ജനിച്ച കുട്ടികളുടെ നൊസ്റ്റാൾജിയ. കുട്ടികളെ കുറെ നമുക്ക് തത്വമായി പോകും. തമിഴിൽ പാട്ട് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ സൈഡിൽ കൂടെ ഹോൺ ചെയ്തെടുക്കുന്ന സ്കിൽസ് ആണോ? മലയാളം എഴുതുന്നതിന്റെ കൂടെ തന്നെ ഒരു സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന, എനിക്ക് തമിഴും ഇതിലേക്കൊക്കെ ഇറങ്ങാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ സ്വയം എടുക്കുന്ന എഫേർട്ടാണോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ പോലെയാണ്. ഇപ്പൊ ക്രിക്കറ്ററിന്റെ ഒരു ബാറ്റ് പോലെ, അത്രേ ഉള്ളൂ. ക്രിക്കറ്റിനോടാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞ പോലെ ഭാഷാ സ്നേഹം ആവാം, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് താല്പര്യം ഞാൻ ചെയ്യുന്ന ഈ ആർട്ടിനോടാണ്. ഭാഷ പലപ്പോഴും ടൂളാണെങ്കിൽ അതേപോലെ തന്നെ ചില സമയത്ത് അതൊരു ബാരിയറുമാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി പുതിയ ഭാഷകൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആരെങ്കിലും ഒരാൾ എനിക്ക് സ്പാനിഷ് ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ചു തന്നാൽ സ്പാനിഷിലും പാട്ട് എഴുതാൻ റെഡിയാണ്. അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ചാണ് ഞാൻ ഇംഗ്ലീഷ് സോങ്സ് സിനിമയിൽ എഴുതിയത്. തമിഴ് എനിക്കറിയുന്ന തമിഴ് വെച്ച് ഞാൻ തമിഴ് സോങ്സ് എഴുതി. തമിഴ് വീണ്ടും പഠിക്കണം എന്ന ആഗ്രഹം ശരിക്കും നല്ലോണം ഉണ്ട്. പോയി പഠിക്കാൻ പറ്റില്ല, സൂമിലെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചാൽ ഐ എം റെഡി ടു എൻറോൾ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഭാഷ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഭാഷാ സ്നേഹി ആണെന്നൊന്നും എനിക്ക് സ്വയം അങ്ങനെ തോന്നിയിട്ടില്ല. ഭാഷ ഈസ് ജസ്റ്റ് എ ടൂൾ, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ഇതിന്റെ സൈഡിലായിട്ട് വേറെ ഭാഷകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തമിഴും ഒക്കെ ഇതിൽ എഴുതി നോക്കാറുണ്ടോ, അതോ ആ സിറ്റുവേഷൻ വന്നപ്പോൾ പ്രത്യേകിച്ച് എഴുതിയതാണോ? എനിക്ക് ഓൾറെഡി ഇപ്പൊ 10 years ആയിട്ട് ഞാൻ ചെന്നൈ ആയിരുന്നു. അപ്പൊ കുറച്ച് തമിഴ് അറിയാം. അപ്പൊ അറിയുന്ന തമിഴ് വെച്ച് എഴുതി, അറിയുന്ന ഇംഗ്ലീഷ് വെച്ച് എഴുതിയെന്നേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ആ ഭാഷകൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ആക്ച്വലി ട്യൂട്ടേഴ്സിനെ തമിഴൊക്കെ പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കാണുന്ന ആർക്കെങ്കിലും തമിഴ് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശിഷ്യനാവാൻ ഞാൻ റെഡിയാണ്. ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു യൂട്യൂബ് വ്യൂസും അല്ലെങ്കിൽ അതിന്റെ ഷെയർസും ലൈക്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അതോ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്ക് വെച്ച് മാത്രമാണോ നിങ്ങളെ വീണ്ടും വീണ്ടും വിളിക്കുന്നതും നിങ്ങളുടെ ഇതിലേക്ക് വരുന്നതും? പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പൊ. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ ആഫ്റ്റർ ഓൾ. അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഹിറ്റ് ഏതാണ് എന്നുള്ളതിനനുസരിച്ചാണ് പലപ്പോഴും നമ്മളെ വിളിക്കുന്നത്. അത് ഒരു 6 മാസം മുമ്പാണെങ്കിൽ അങ്ങനെ, 10 വർഷം മുമ്പാണെങ്കിൽ വേറെ രീതിയിൽ. അപ്പൊ മോർ ക്വാളിറ്റി, എനിക്ക് തോന്നുന്നു ക്വാളിറ്റി മാറ്റേഴ്സ്. നമുക്ക് കൂടുതലും അത് സെൽഫ് സാറ്റിസ്ഫൈയിങ് കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുമ്പോൾ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്ന് ഇൻഡസ്ട്രിക്ക് വേണ്ടത് സക്സസ് ആണ്, നമ്പേഴ്സ് ആണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കൊരു മൈലേജ് തരുന്നത് ഹിറ്റ്സ് ആണ്. ഇപ്പൊ വിനായകന് പേഴ്സണലി ഇപ്പൊ നമ്മുടെ ഒരു വലിയ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഇപ്പം ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലിപ്സിംഗ് സോങ്സ് എന്ന് പറയുന്നത്, ക്യാരക്ടേഴ്സ് നേരിട്ട് അവരുടെ ഇമോഷൻസ് പാടി അഭിനയിക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട്, പക്ഷെ വളരെ റെയറാണ്. ഇപ്പൊ കൂടുതലും മൊണ്ടാഷും കഥ പറയാൻ ഉപയോഗിക്കുന്നതും, എന്നാൽ ചിലപ്പോൾ ഡാൻസ് ഉണ്ട്, പക്ഷെ കൂടുതലും ആൾക്കാർ പാടുന്നില്ല. ഏതാണ് കൂടുതൽ താല്പര്യം ആസ് എ ലിറിസിസ്റ്റ്? ഏതാണ് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടും ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ലിറിസിസ്റ്റിന് എപ്പോഴും ഇഷ്ടം എനിക്ക് തോന്നുന്നു ലിപ്പ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ പാട്ടൊരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ ആസ് എൻ ഓഡിയൻസ് പോലെ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ നേരെ തിരിച്ചേ പറയുള്ളൂ. കാരണം ഇപ്പോഴത്തെ സിനിമ കൂടുതൽ റിയൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ഇത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. മലയാള സിനിമ കുറെ കൂടി മുൻപേ നടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലിപ് സിങ്ക് ചെയ്യുന്ന പാട്ടുകൾ കുറവാണ്. ബട്ട് ദെൻ പാട്ട് മെമ്മറബിൾ ആയിരിക്കാനൊക്കെ ഒരു പക്ഷെ ലിപ്പ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ. നമ്മൾ വീണ്ടും പഴയ പാട്ടുകളൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്ക് ആ നൊസ്റ്റാൾജിക് ഫീൽ കിട്ടാൻ കാരണം ഇങ്ങനത്തെ പാട്ടുകൾ ഇപ്പം ഇല്ല എന്നുള്ള തോന്നലായിരിക്കാം. ഞാൻ റീസെന്റ് എഴുതി ഇപ്പോ പവി കെയർ ടേക്കറിലെ പെണ്ണില്ല കന്യക എന്നുള്ള പാട്ട്, അത് ലിപ്പ് ചെയ്താണ് കൃഷ്ണ ലിപ്പ് ചെയ്തിട്ടാണ് പാടിയേക്കുന്നത്. അങ്ങനെ ഈ റീസെന്റ് ഞാൻ എഴുതിയ കുറച്ച് വർക്കുകൾ ആക്ച്വലി ലിപ്പ് ചെയ്ത് പാടി കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. മമ്മൂക്ക പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ എഴുതിയ വരികൾ ലിപ്പ് ചെയ്ത് പാടുന്നുണ്ട്. അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. അപ്പോൾ ഇനി
അങ്ങനെയുള്ള പാട്ടുകൾ വരും. അതായത് എസ്പെഷ്യലി ചില സിനിമകൾ പ്രസന്റ്ലി നടക്കുന്ന സിനിമയാണെങ്കിൽ ചിലപ്പോൾ ജോണർ കൊണ്ടും മൂഡ് കൊണ്ടും ടാർഗറ്റ് ഓഡിയൻസ് കൊണ്ടും കുറച്ച് ഒരു ക്ലാസിക് നേച്ചർ വേണമെങ്കിൽ സിനിമയ്ക്ക് വരാമല്ലോ. അപ്പൊ അത്തരം സിനിമകൾ ഇപ്പോഴും നമുക്കത് ചെയ്യാം. അത്തരം കഥകൾ പറയുമ്പോൾ ഇപ്പോഴും അതിന് സാധ്യതയുണ്ട്, അത് നിന്നു പോവില്ല. ഞാൻ കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയാം. അവരുമായിട്ടുള്ള ഏറ്റവും ഒരു ഫേവറേറ്റ് മെമ്മറി അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് പാട്ടോ മെമ്മറിയോ ഏതാണെന്ന് വെച്ചാൽ പറയാം. റെക്സ് വിജയൻ. റെക്സൈഡായിട്ടുള്ള മെമ്മറി ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ദിവസത്തെ മെമ്മറിയാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. കാരണം ഞാനന്ന് സിനിമയിൽ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. റെക്സ് വിജയൻ എന്ന് പറയുന്ന ആൾക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഫാൻസാണ്. ഞാൻ ഈ അവിയലിന്റെ പാട്ടുകളൊന്നും അത്ര കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ആദ്യമേ ഓണസ്റ്റ്ലി കൺഫ്യൂസ് ചെയ്തു. റെക്സേട്ട എൻ്റെ കൂടെയുള്ളവരൊക്കെ റെക്സേട്ടൻ്റെ വലിയ ഫാൻസാണ്, ഞാൻ അവിയലിൽ അധികം പാട്ടുകൾ കേട്ടിട്ടില്ല എന്ന്. അത് നല്ലതായിരുന്നോ പറഞ്ഞത് മോശമായിരുന്നോ എന്ന് പോലും അറിയാത്തൊരു പ്രായത്തിലാണ് അത് പറയുന്നത്. പക്ഷെ റെക്സേട്ട വളരെ കൂളായിട്ട് അത് എടുക്കുകയും ഏടാ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും സിനിമയിലേക്ക് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സിനിമയിൽ മെയിൻ സ്ട്രീം സിനിമയിലേക്ക് പാട്ടെടുക്കാൻ വരുന്ന ഒരു ടീനേജറിനെ വളരെയധികം ഒരു കംഫർട്ട് സോണിലേക്ക് എത്തിച്ചത് ശരിക്കും റെക്സേട്ടന്റെ ഒരു കൂൾ നേച്ചറാണ്. റെക്സേട്ടന്റെ ആ റൂമിൽ ഞാനൊന്ന് തറയിലായിരുന്നു ശരിക്കും. റെക്സേട്ടൻ എടാ കയറി കട്ടിലിരിക്കട, കസേര ഇരിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാതെ ഞാൻ ആക്ച്വലി അവരൊരു മറ്റേ ചോറിൽ ചാരി ഇരുന്നിട്ടാണ് ഞാൻ ഈ വിഷ്വല് കണ്ടിട്ട് നീലാകാശത്തിലെ 3 പാട്ടുകൾ എഴുതുന്നത്. പിന്നെ ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോകും, ജ്യൂസ് കുടിക്കാൻ പോകും. അങ്ങനെ റെക്സേട്ടൻ ആദ്യം എന്നെ ഒന്ന് ഈ മലയാള സിനിമയിലേക്ക് ഒന്ന് അക്ലൈമറ്റൈസ് ചെയ്തെടുക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ എന്നെ ഒന്ന് ഇവിടെ നിലയുറപ്പിക്കാൻ വേണ്ടി കൂളാക്കി എടുത്ത റെക്സേട്ടനാണ്. അപ്പൊ അതാണ് ഏറ്റവും ഡിയർ മെമ്മറി. രാഹുലേട്ടനുമായിട്ട് ശരിക്കും ഫേസ്ബുക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നത്. പലതും ഓപ്പൺ ആയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ എന്ന രീതിക്ക്. അതിനുശേഷം കുറച്ചധികം സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തു. എനിക്ക് രാഹുലേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ രാഹുലേട്ടൻ വളരെ ഓപ്പൺ ആണ്. എടാ നീ എന്ത് വാടാ. ഞാൻ ഒരിക്കൽ ഒരു പാട്ട് ഈ എന്ന് പറഞ്ഞ സിനിമയിൽ പ്രണവാകാരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് രാഹുലേട്ടൻ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ സെമി ക്ലാസിക്കൽ പോലൊരു സംഭവം പിടിക്കണം, ഇന്ന രാഗത്തിലാണ്, അപ്പം ഇതിനൊരു ഉഗ്രൻ ലിറിക്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നൈയിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം രാഹുലേട്ടാ. അങ്ങനെ ഏതോ ഒരു വീക്കെൻഡ് ഞാൻ കണ്ടെത്തി അവിടെ പോയിട്ട് രാഹുലേട്ടൻ ഈ പാട്ട് കേൾപ്പിച്ചിട്ട് ഞാൻ ഒരു അരമണിക്കൂറിനകത്ത് ഒരു സാധനം എഴുതി കൊടുത്തു. രാഹുലേട്ടനത് നോക്കി, അതായത് സാധനമൊക്കെ നല്ലതാണ്, അതായത് ഞാൻ ആഴ്ചകളെടുത്ത് മാസങ്ങളെടുത്തൊക്കെ ചെയ്ത സാധനമാണ്, നീ ഇങ്ങനെ അരമണിക്കൂറിലൊന്നും എഴുതി നീ ഇരുന്ന് എഴുതടാ, നീ അങ്ങനെ അരമണിക്കൂറിലൊന്നും തീർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം അവിടെ ഇരുന്ന് ഈ പാട്ട് എഴുതി. അവസാനം പ്രണവാകാരം പിന്നെ എഴുതിയതാ. കുറച്ച് കൈതപ്രം തിരുമേനിയൊക്കെ ആവാഹിച്ച് ഒരു ദേവസഭാതലൊക്കെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ പോകും, ഫുഡ് അടിക്കും. ഈ ഒരു ഓർമ്മയാണ് രാഹുലേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ. ദീപകേട്ടനായിട്ട് ശരിക്കും ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് 7th ഡേയിലാണ്. എന്റെ 3rd ഫിലിമാണെന്ന് തോന്നുന്നു, 4th ഫിലിം. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. അതിനുശേഷവും എനിക്ക് വർക്ക് ചെയ്തു, അപ്പോഴും നേരിട്ട് കണ്ടില്ല. ഈ ലോക്ക്ഡൌൺ സമയത്താണ് ശരിക്കും ദീപകേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റുന്നതും നേരിട്ട് കാണാൻ പറ്റുന്നതും. അപ്പോ ബ്രോഡ് ആഡി, 21 ഗ്രാംസ്, അങ്ങനെ കുറെ സിനിമകൾ ആ സമയത്ത് ചെയ്തു. അപ്പൊ ഈ ലോക്ക്ഡൌണിൽ ഞങ്ങൾ കുറെ പാട്ടുകൾ ആക്ച്വലി സിനിമയിൽ വരാത്ത പാട്ടുകൾ ഞങ്ങൾ വേറെ സെപ്പറേറ്റ്ലി ചെയ്തു. ആ സമയത്ത് കോവിഡ് തീം വെച്ചിട്ട് 1-2 പാട്ടുകൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ദീപക്കേട്ടനോട് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് നമ്മൾ ലുക്കപ്പ് ടു ചെയ്തിരുന്നത്. അപ്പൊ ഇവരുമായിട്ട് ഇങ്ങനൊരു ഈ കഴിഞ്ഞ ദിവസം പോലും ദീപക്കേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതായത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എടാ ഇവിടെ ഇങ്ങനൊരു ലിറിക്ക് വന്നാൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ച് ഓണ പേഴ്സണൽ നോട്ട് ദീപക്കേട്ടൻ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ ആഗ്രഹം ശരിക്കും 7th ഡേയിൽ വർക്ക് ചെയ്തെങ്കിലും ഈ കോവിഡ് അങ്ങനെ ഒരു ഭാഗ്യം ശരിക്കും കൊണ്ടുവന്നു. ദീപക്കേട്ടനെ നേരിട്ട് കാണാനും ബ്രോഡാഡി അടക്കം ഉള്ള കുറച്ച് സിനിമകളിൽ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്യാനും. പിന്നെ ദീപക്കേട്ടന്റെ ടേസ്റ്റുകൾ എന്താണ്, എനിക്ക് ദീപക്കേട്ടന്റെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. ഇപ്പൊ അവതാരത്തിലെ ആ കുഞ്ചി ചിരിച്ചാൽ എന്നൊക്കെയുള്ള പാട്ട് ഇപ്പൊ കുറച്ച് ഹിറ്റാണ്. പക്ഷെ ആ സമയത്ത് ദീപക്കേട്ടൻ അധികം പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, എനിക്ക് ഈ പാട്ട് വളരെയധികം ഇഷ്ടമാണ്. അല്ലെങ്കിൽ അപ്പൊ ദീപക്കേട്ടൻ ഇങ്ങനൊരു പാട്ട് ഇനിയിപ്പോ നമ്മൾ ചെയ്താൽ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ദീപക്കേട്ടന്റെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നേരിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. താങ്ക്സ് ടു കോവിഡ് ലോക്ക്ഡൌൺ അപ്പൊ അങ്ങനെ സംഭവിച്ചു. സുഷിൻ ഞങ്ങൾ ആദ്യം കാണുന്നത് ഈ നീലാകാശം സമയത്താണ്. റക്സേട്ടന്റെ പ്രോഗ്രാമറായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് സുഷിൻ ആദ്യം കാണുന്നു. താഴ്വാരം എന്നുള്ള പാട്ട് ചെയ്തപ്പോൾ സുഷിനാണ് പാടിയത്. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം വർക്ക് ചെയ്യുന്നത് സിംഗർ സുഷിൻ ശ്യാമോ ആയിട്ടാണ്. അപ്പൊ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത പല സിനിമകളിലും ഇപ്പൊ ഗപ്പിയിൽ സുഷിൻ വർക്ക് ചെയ്തിട്ടുണ്ട്. തനിയെ മിഴികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണല്ലോ, അതിലും സുഷിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇയോബിന്റെ പുസ്തകത്തിൽ സുഷിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് എഴുതാൻ ഈ ഫ്ലാറ്റുകളിലൊക്കെ പോകുമ്പോൾ സുഷിൻ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ടാവും. ഈ പടത്തിന്റെ സാധനമൊക്കെ ഇട്ട് ഇങ്ങനെ മറ്റേ മിഡി കീബോർഡിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഞാൻ അറിഞ്ഞു തെലുങ്കിലെ വമ്പൻ പടങ്ങളിൽ
തമന്റെ കൂടെയും അങ്ങനെ പല പല മ്യൂസിക് ഡയറക്ടേഴ്സും കൂടി സുഷിൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പരിചയപ്പെടൽ. അതിനുശേഷം സുഷിൻ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ കുറെ സിനിമകൾ എസ്ര അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാദർ, റോസാപ്പൂ, അങ്ങനെ കുറെ സിനിമകളിൽ വർക്ക് ചെയ്തു. കുമ്പളങ്ങി മുതലാണ് എനിക്ക് തോന്നുന്നു ഒരു വേറൊരു, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു രീതിയിൽ ബോണ്ട് സെറ്റ് ആയത്. മാത്രമല്ല സുഷിന്റെ തന്നെ ഒരു, സുഷിനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അതും അതിന്റെ അപ്പുറത്തേക്കും സുഷിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉള്ളൊരു വൗ ഫാക്ടർ ഞാൻ കുമ്പളങ്ങി തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ്. സോങ്സ് ആണെങ്കിലും അതിന്റെ സ്കോർ ആണെങ്കിലും. അപ്പൊ അത് മുതലുള്ള ഞങ്ങളുടെ വർക്കിംഗ് എനിക്ക് തോന്നുന്നു കുറെ കൂടി റിലാക്സ്. സുഷിന് ശരിക്കും ചൂസ് ചെയ്യുന്ന സിനിമകളുടെ കാര്യത്തിൽ വളരെ ഇന്റലിജന്റ് ആണ്. ചെയ്യുന്ന പാട്ടുകളുടെ കാര്യത്തിലും അതിലിടുന്ന തോട്ട് എന്താണ്, അതിൽ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആരൊക്കെ വേണം, ഈ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ വളരെ കൃത്യമാണ് സുഷിൻ. അതുപോലെ ഈ പാട്ടിന്റെ തീം എന്ത് വേണം, ഫ്ലെക്സിബിലിറ്റി വളരെ അധികമാണ്. ഇപ്പൊ ഒരു മീറ്റർ തന്നിട്ട് ആ മീറ്ററിൽ നമ്മൾ പാട്ടിടുന്ന നിർബന്ധം പിടിക്കുന്ന ഒരാളല്ല. ഒരു സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ പറയടാ ആ മീറ്റർ മാറ്റരുത്. സുഷിൻ അങ്ങനൊന്നും ഇല്ല. കുറച്ചുകൂടെ വർക്ക്ഔട്ട് ആവുന്ന ലിറിക്സ് വേറൊരു മീറ്ററിലാണെങ്കിൽ ചിലപ്പോൾ സുഷിൻ അത് അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, മ്യൂസിക് അതനുസരിച്ച് മാറ്റാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫ്രീഡം തരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഭയങ്കര സെക്യൂർ ആയിട്ട്, മനസ്സുകൊണ്ട് വളരെ സെക്യൂർ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. എന്നാലും മഞ്ഞുമേലൊക്കെ ചെയ്യുന്ന സമയത്ത് സുഷിൻ പറയുന്നത് ഹിറ്റിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട എന്നാ പറയുന്നത്. ഹിറ്റിനെ പറ്റി ബോധരാകാതെ നീ എന്താണോ എഴുതേണ്ടത് അത് എഴുതിക്കും. അങ്ങനെയുള്ള സിനിമകൾക്ക് അങ്ങനെയും പറയും. ഇപ്പൊ ഹിറ്റ് വേണ്ടടുത്ത് ഹിറ്റ് ചെയ്യാനും അറിയാം. ആ ഹിറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും അറിയാം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കംഫർട്ടബിൾ ആണ് സുഷിനായിട്ട്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണ്. റഹ്മാൻ സാറുമായിട്ട് ഇതുവരെ നേരിട്ടിരുന്ന ഒരു കമ്പോസിങ് സെഷൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മലയം കുഞ്ഞ് ചെയ്യുന്ന സമയത്ത് സാറ് ദുബായിലും ഞാനിവിടെ സജീവൻ ചേട്ടൻ്റെയും മഹേഷ് നാരായണൻ്റെ ഒക്കെ കൂടെ ഇവിടെയായിരുന്നു. പക്ഷെ ആ പ്രോസസ്സ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ട് ജിമെയിലിൽ അറ്റാച്ച് ഒക്കെ ചെയ്ത് വോയിസ് നോട്ട്സ് അറ്റാച്ച് ചെയ്തു. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്ത് PDF അറ്റാച്ച് ചെയ്തു. അങ്ങനെ പണ്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ലിറിക്സ് അയച്ചു കൊടുക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ അതിനുശേഷം നേരിട്ട് പോയി കണ്ട് കുറച്ചു നേരം സംസാരിച്ചു. അന്നാണ് ആ പാട്ട് മലയാളത്തിൽ ഫസ്റ്റ് സോങ് ഇറങ്ങിയത്. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു കോബ്ര എന്നൊരു സിനിമ ചെയ്യുന്നുണ്ട് വിക്രത്തിന്റെ, അതിൽ മലയാളം പാട്ടുകൾ വേണം നമുക്ക്, അത് എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. എഴുതാന്ന് പറഞ്ഞു. എന്നാ ഓക്കെ, കണക്ട് ഹിം ദ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് US പോവാ. ഒരു ദിവസമേ ഉള്ളൂ എനിക്ക് കാണാൻ. അപ്പൊ അന്നാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഓവർനൈറ്റ് ഞാൻ ചെന്നൈക്ക് പോയത്. അതുകൊണ്ടാണ് 12 hours കഴിഞ്ഞ് ആള് US പോകും. പിന്നെ 2 മാസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ അദ്ദേഹം അതിന്റെ തിരക്കിലൊക്കെ അതിന്റെ ഇടയിൽ ഇത് ചെയ്യുന്നു. അവിടെ മണിരത്നം വന്നിട്ടുണ്ട്. മണിരത്നത്തിന്റെ അടുത്ത് പോയി പൊന്നിയിൻ സെൽവന്റെ കാര്യം പറയുന്നു. എനിക്കൊന്ന് കർണൻ നടക്കുന്നുണ്ട്. ഒരു 6-7 പടം നടക്കുന്നുണ്ട്. ഒരാളിങ്ങനെ അവിടെ പോയി ഇവിടെ പോയി എല്ലാം ഡീൽ ചെയ്യുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഫസ്റ്റ് മെമ്മറി. അപ്പൊ അതിനുശേഷം കണ്ടിന്യൂസ്ലി ഇത് കഴിഞ്ഞിട്ട് മാമന്നൻ, 10 തല മാമന്നൻ, വേറെ കുറച്ച് സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് അതിന്റെയൊക്കെ മലയാളം എഴുതാൻ വേണ്ടി എനിക്ക് തരുന്നുണ്ട്. ആടുജീവിതമൊക്കെ എനിക്കൊന്നും അതിന് മുമ്പ് സംഭവിച്ചാണ്. അപ്പൊ ആടുജീവിതം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ട് റഹ്മാൻ മലയാളത്തിലേക്ക് വരുന്നു, ഇതിലൊക്കെ നമുക്ക് പാട്ട് എഴുതാൻ പറ്റുമോ, ആഗ്രഹിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. വിളിച്ച് ചാൻസും ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി. ബ്ലസ് സാറിന് ഓർമ്മ ഉണ്ടാവും അറിയാം. ബട്ട് എങ്ങനെയോ ആദ്യം റിലീസായത് മലയം കുഞ്ഞാണ്. ഫഹദാണ് എന്നെ വിളിക്കുന്നത്. മഹേഷ് നാരായണൻ ചേട്ടനോട് കണക്ട് ചെയ്യുന്നു, അവരെ പോയി കാണുന്നു, സജിമോൻ ചേട്ടൻ സിനിമയായിട്ട് കാണിക്കുന്നു. ഇങ്ങനെ എന്തോ ഒരു ഡെസ്റ്റിനിയിൽ എങ്ങനെയോ അത് വന്ന് കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും കറന്റ്ലി ഒരു സിനിമ റഹ്മാൻ സാറിന്റെ ട്യൂൺസിന് വേണ്ടി എഴുതുന്നുണ്ട്. ഇതിലെല്ലാം എനിക്ക് അറിയാം വിനായകന്റെ ഏറ്റവും ഫേവറേറ്റ് വിദ്യാജിയാണ്. വിദ്യാജിയായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ എനിക്ക് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് വിദ്യാസാഗറിന്റെ പാട്ടുകളാണ്. അത് ഞാൻ ബൈ ചോയ്സ് എടുത്തൊരു ഡിസിഷൻ അല്ല. എന്നെ തിരഞ്ഞെടുത്ത് ആ പാട്ടുകൾ എന്നിലേക്ക് വന്നു എന്നൊക്കെ എനിക്ക് തോന്നലാണുള്ളത്. കാരണം ബാക്കി കുറെ കൂടെ പോപ്പുലർ ആയിട്ടുള്ള വേറെ ഹിന്ദി സോങ്സും തമിഴ് സോങ്സും മലയാളത്തിൽ പോലും വേറെ കുറെ പേരുടെ പേരൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്, മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നത് ഈ പാട്ടുകളാണ്. റിസർച്ച് ചെയ്ത് നോക്കി ഇതൊക്കെ ചെയ്ത ഒരാൾ പേര് വിദ്യാസാഗർ. അപ്പൊ എനിക്കൊന്നും ഒരു പേര് മാത്രമാണ്, ആള് എങ്ങനെയാണ് കണ്ടാലൊന്നും അറിയില്ല. പിന്നീട് ഞാൻ ചെന്നൈക്ക് ഷിഫ്റ്റായി എങ്ങനെയോ ഞാൻ താമസിക്കുന്ന സ്ഥലവും അതിന്റെ അപ്പുറത്തെ സ്ട്രീറ്റില് വിദ്യാസാഗറിന്റെ വീടാണ് എന്ന് കേൾക്കുന്നു. അപ്പോ വിദ്യാസാഗർ വീണ്ടും ഈ പേര്. അപ്പൊ ആ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു, ദേഹത്തൂര് നോക്കുന്നു കാണാൻ. പലപ്പോഴും ഇവിടെ ആളില്ല, സ്റ്റുഡിയോയിലാണെന്ന് പറയും. സ്റ്റുഡിയോയിൽ പോയി നിൽക്കുമ്പോൾ ഇവിടെ ഇല്ല, വീട്ടിലാണെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സാറിനെ കാണാൻ വേണ്ടി ഒരുപാട് നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ ലിറിക്സ് എഴുതണമെന്നോ ഇത് കരിയർ ആവുന്നൊന്നും എനിക്ക് അറിയില്ല. അത്രയും ആളിനെ ഇഷ്ടമാണ്, ഒന്ന് കണ്ടാൽ മതി, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാൻ എന്ന രീതിയിലാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതും. സാറിന്റെ ബർത്ത്ഡേസിന് കേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ സാർ അത് കേക്ക് മുറിക്കും. അപ്പൊ അന്ന് മാത്രം കാണുന്ന ഒരു 3 മണിക്കൂർ കാണുന്ന
വർഷത്തിൽ 3 മണിക്കൂർ കാണുന്ന ഒരാളായിരുന്നു. പിന്നീടാണ് സാറിന് ഞാൻ ലിറിക്സ് എഴുതുമെന്ന് സാറ് മനസ്സിലാക്കുന്നതും. ലിറിക് എഴുതാൻ വേണ്ടി 2017 16 ഒരു സിനിമ വന്നപ്പോൾ സാർ ആദ്യമായിട്ട് വിളിച്ച് ഒരു ലിറിക്സ് എഴുതിപ്പിച്ചു. പാട്ടും പാടി റെക്കോർഡിങ്ങും കഴിഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമയുടെ കഥയൊക്കെ പിന്നീട് കുറച്ച് മാറിയിട്ട് ആ സിനിമയിൽ ആ പാട്ട് വരാതെ പോയി. അന്ന് വളരെയധികം സങ്കടപ്പെട്ടു. കാരണം ഡ്രീം കം ട്രൂ ആയിരുന്നു എനിക്ക് ആക്ച്വലി. അന്ന് വന്ന പത്രപരസ്യങ്ങളിലൊക്കെ ആക്ച്വലി ഈ സിനിമയുടെ ന്യൂസ് വരുമ്പോൾ എന്റെ പേരും ഉണ്ട്. ലിറിസിസ്റ്റുകളുടെ വിദ്യാസാഗർ മ്യൂസിക്കിൽ ലിറിസിസ്റ്റുകളുടെ കൂട്ടത്തിൽ എന്റെ പേരും ഉണ്ട്. അപ്പൊ അത് മാറിപ്പോയപ്പോ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ സാറിന് ഇതൊന്നും ഇല്ല. സാറ് ഇതൊക്കെ എത്ര കണ്ടാന്ന് പറഞ്ഞ പോലെ സാറ് കണ്ടിന്യൂസ്ലി, സാറിന് സിനിമയൊന്നും വേണ്ട, സാർ എന്തെങ്കിലും പാട്ട് കമ്പോസ് ചെയ്താൽ എന്നെ വിളിക്കും. ഇന്ന സിറ്റുവേഷൻ ആണ് എഴുതി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിക്കും. ലോക്ക്ഡൌണിൽ അങ്ങനെ ഇഷ്ടം പോലെ പാട്ടുകൾ സാറ് കമ്പോസ് ചെയ്ത് അങ്ങനെ ഭയങ്കര വർക്കഹോളിക് ആയിട്ടൊരാളാണ്. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളത് ഞെട്ടിപ്പോകുന്നൊരു കാര്യമാണ്. ഇവർ ഇത്രയും കരിയറൊക്കെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റോൾ മോഡലാണ്. പിന്നെ സാറ് ലിറിക്സിന്റെ പല പല കാര്യങ്ങളും പഠിപ്പിച്ചു തരും. തമിഴിലെ പല പാട്ടുകൾ, കണ്ണദാസൻ എഴുതിയ പല പാട്ടുകളും അല്ലെങ്കിൽ പിന്നീട് വന്ന വാലി വൈരമുത്തു ഒക്കെ എഴുതിയ പാട്ടുകളിലേക്ക് എക്സാമ്പിൾ പറഞ്ഞ് സാറിന് പലപ്പോഴും ഒരു സെന്റൻസ്, ഒരു ട്യൂൺ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ വരിയും അവിടെ തീരണം. അപ്പൊ മലയാളത്തിൽ നമ്മൾ അവിടെ തീർക്കാതെ ഇപ്പൊ ഒരു ചേർക്കവേ എന്നൊക്കെ പറഞ്ഞ് നിർത്താതെ ഒരു കോമ ഇട്ടിട്ട് അടുത്ത ലൈനിൽ പോകും, അങ്ങനെ 4 വരി എടുത്തിട്ടാണ് നമ്മൾ ഒരു ആശയം പറഞ്ഞ് തീർക്കുന്നത്. എതുക്കുപ്പാ എനിക്ക് എവ്വളോ സ്പേസ് എടുക്കുക, ഒരു വരിയിലെ മുടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വരിയിൽ ഒരു ആശയം, അടുത്ത വരിയിൽ അടുത്ത ആശയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ എക്സ്പെരിമെന്റ്സ്, ലിറിക്കൽ എക്സ്പെരിമെന്റ്സും എന്നെ കൊണ്ട് എഴുതിപ്പിക്കും. അങ്ങനെ സാറ് വളരെ പ്രൗഡ്ലി പറയുന്നതാണ്, ഇവനൊക്കെ ട്രെയിനിങ് കൊടുത്താൽ ഞാൻ ലിറിക്സ് എഴുതാൻ എന്നൊക്കെ സാറ് പറയാറുണ്ട്. ഇപ്പോഴും സാറിനെ കാണാറുണ്ട്. ഇപ്പൊ 2 സിനിമകൾ ഞങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്തു, സോളമന്റെ തേനീച്ചകളും. വിനായക ഇപ്പോ റൈറ്റിംഗിലേക്ക് കൂടെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വെബ് സീരീസ് എനിക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ, ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് അതിലേക്ക്, അത് ഓൾറെഡി പണ്ട് മുതലേ ഉള്ളൊരു താല്പര്യമാണോ, അത് എപ്പോഴാണ് അത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്? അല്ല, ആഗ്രഹങ്ങൾ നേരത്തെ സിനിമ തിരക്കഥ എഴുതാൻ നോക്കി. ഇത് ലോക്ക്ഡൌണിൽ വന്നൊരു കഥയാണ്. അപ്പൊ ആ സമയത്ത് ലിറിക്സ് ഒന്നും എഴുതാനില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കഥ മനസ്സിൽ തോന്നിയത് അപ്പൊ തന്നെ എഴുതി വെക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ റൈറ്റർ ആയതുകൊണ്ട് അറിയാം, ക്ലൈമാക്സ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിപാടികളൊക്കെ. എനിക്ക് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ആദ്യം കിട്ടി. അപ്പൊ അവിടുന്ന് പുറകോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ അത് എഴുതി 2-3 ദിവസം കൊണ്ട് തന്നെ അത് എഴുതി തീർത്തു. പിന്നെ അത് അവിടെ വച്ചു. പിന്നെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ ബാക്കി പാട്ടുകളിലേക്കൊക്കെ പോയി. പിന്നെ ഇത് പാരലലി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ഇപ്പൊ ഡയറക്ട് ചെയ്യുന്നത്, ജിത്തു ജോസഫ് സാറാണ് അതിന്റെ ഷോ റണ്ണർ. അപ്പൊ അങ്ങനെ അവൻ 1-2 പടങ്ങൾ സ്കിപ്പ് ചെയ്തു ഈ പറഞ്ഞ ഇത് ഓണാക്കാൻ വേണ്ടിയിട്ട്. സാറിന്റെ തന്നെ ഇപ്പൊ നേര് കൂമലിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പാരലലി സംഭവിച്ച ഒരു വെബ് സീരീസ് ആണ് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത്. ബാക്കി ഇനി നമുക്ക് നോക്കാം, ധൃതിയൊന്നുമില്ല. അത് വെബ് സീരീസ് ഫോർമാറ്റിന് വേണ്ടി തന്നെ എഴുതണം ഉദ്ദേശിച്ചാണോ അതോ സിനിമയായിട്ടാണോ? അത് തിയേറ്ററിന് വേണ്ടി എഴുതിയല്ല. കാരണം ആ സമയത്ത് കുറെ ലോക്ക്ഡൌണിൽ കോവിഡ് സിനിമ, OTT സിനിമകൾ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി എഴുതിയതാണ്. എഴുതുന്ന സമയത്ത് നമുക്ക് ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ഒന്നും അറിയില്ല. പക്ഷേ ഇത് എഴുതി വന്നപ്പോൾ ഒരു വെബ് സീരീസ് സ്വഭാവം ഇതിനുണ്ടല്ലോ എന്ന് തോന്നി. കാരണം എപ്പിസോഡ് എൻഡിങ്ങിനൊക്കെ പറ്റിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ പാരലി ഞാൻ അറിഞ്ഞു ഇങ്ങനെ വെബ് സീരീസുകൾ മലയാളത്തിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ഹോട്ട്സ്റ്റാറിനടുത്ത് പിച്ച് ചെയ്തതാണ്. ഇപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ വിനായകിനെ ഇപ്പോൾ പല ലിറിക്സ് റൈറ്റേഴ്സിന്റെയും അവരുടെ ഒരു ടോപ്പ് 5 സോങ്സ് ഒക്കെ നമുക്ക് എളുപ്പം പറയാൻ പറ്റും. ഇപ്പോൾ വിനായകിനെ തന്നെ എന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ള, എൻ്റെ എല്ലാ ജോണേഴ്സും ഉള്ള ഒരു 5 പാട്ട്, എന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു 5 പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള കരിയറിൽ ഏതൊക്കെ ആയിരിക്കും പറയാം? വളരെ അപ്രീസിയേഷൻ കിട്ടുന്ന പാട്ടുകൾ ഒരു സെറ്റ് ഉണ്ട്. സ്വയം തോന്നിയ പാട്ടുകളാണ്. എന്തോ ഭാഗ്യത്തിന് പലതരം പാട്ടുകൾ എഴുതാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ തലതെറിച്ചവർ വളരെയധികം ഫേവറേറ്റ് ആണ്. രോമാഞ്ചത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് തലതെറിച്ചവർ വളരെ ഡിയർ ആണ്. പിന്നെ ഒരു ലലബൈ എന്ന് പറഞ്ഞ ആട്ടുതൊട്ടിൽ എന്ന് പറഞ്ഞ് അതിരനിൽ എഴുതിയ ഒരു പാട്ട്, അതൊരു ലലബൈസ് വേറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇപ്പൊ ഗബ്രിയേലിന്റെ ഒരു കാരോൾ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും അത് ഡിസംബറിൽ ജീവൻ വെക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത് അങ്ങനെ ഡിഫറെന്റ് സോങ്സ് ഉണ്ട്. പോപ്പുലർ ആവുമ്പോഴാണല്ലോ പലപ്പോഴും ഇന്റർവ്യൂസിൽ നിങ്ങൾ ചോദിക്കുന്നത് പോപ്പുലർ ആയി കഴിയുമ്പോഴാണ്. അങ്ങനെ പോപ്പുലർ ആവാത്ത ഒരുപാട് ഡിയർ സോങ്സ് വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള 1-2 പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രണവാകാരം എന്ന് പറഞ്ഞ നേരത്തെ രാഹുലേട്ടനോട് എഴുതിയ പാട്ട് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പൊ സന്തോഷം, ജയഹരി എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അതിരന്റെ ജയഹരി ചേട്ടന് വേണ്ടി ഇപ്പൊ ഇമ്പം, സന്തോഷം എന്നൊക്കെ പറഞ്ഞ ഫിലിംസ് കഴിഞ്ഞ വർഷം എഴുതി. അപ്പൊ അതിനകത്തൊക്കെ ആക്ച്വലി വളരെ നല്ല പാട്ടുകൾ ഉണ്ട്. ഇപ്പൊ മഞ്ഞുമേലിൽ എഴുതിയ തായ്മനം എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് വളരെയധികം, ഇപ്പൊ ഈ വർഷം
ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്മനത്തിലെ വരിയാണ്. അപ്പൊ അൻപ് മാത്രമേ അവനിയിൽ നിന്ന് ഔഷധം എന്ന് പറഞ്ഞിട്ട്, ലവ് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു വരി അതിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും വളരെ അണ്ടർ റേറ്റഡ്. അങ്ങനെ പല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഓരോ പാട്ടിന്റെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ 3 പാട്ടുകൾ അല്ലാതെ ഇപ്പൊ ലവ് സോങ്ങിൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളത് ആരാധികയും പവിഴമഴയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കിപ്പോ മിന്നി മിന്നി എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ജൂണിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ അപ്പൊ എനിക്കറിയില്ല ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ എഴുതുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. പറ്റുമെന്ന് മനസ്സിലായത് ഒരു പക്ഷെ ജൂൺ ഇറങ്ങിയതിന് ശേഷം. ആദ്യം തമ്മിൽ എന്നുള്ള അതിലെ ഒരു ബ്രേക്കപ്പ് സോങ് ഉണ്ട്. അതിന് ഒരുപാട് കമന്റ് സെക്ഷൻ മുഴുവൻ കൂടുതലും സ്ത്രീകളും പെൺകുട്ടികളാണ് കൂടുതലും. അപ്പോൾ അത് വളരെയധികം ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പല പല പാട്ടുകൾ പറയാം, എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരാത്ത പാട്ടുകളും ഉണ്ടാവും. ഇപ്പൊ പക്ഷെ പാട്ടുകളുടെ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് മാത്രമല്ല, ഇപ്പൊ ചിലപ്പോൾ റീൽസിലൂടെ അല്ലെങ്കിൽ കവേഴ്സിലൂടെ അത് തിരിച്ചു വരും, പെട്ടെന്ന് ഭയങ്കര പോപ്പുലർ ആവും, അല്ലെ ഡാൻസ് ചെയ്യുന്നുണ്ടാവും ആൾക്കാർ, അങ്ങനെ അത് തിരിച്ചു വരുന്നുണ്ട്. കുറെ പഴയ പാട്ടുകൾ അധികം വന്ന് ശ്രദ്ധിക്കപ്പെടാത്ത പാട്ടുകളൊക്കെ വീണ്ടും. ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1997 മുതൽ അങ്ങോട്ട് 98, 99 ജനിച്ച കുട്ടികളുടെ നൊസ്റ്റാൾജിയ. കുട്ടികളെ കുറെ നമുക്ക് തന്ത്രമായി എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, അവരെക്കാളും 1 വർഷം 2 വയസ്സ് മൂത്തതേ ഉള്ളൂ. അതെ, പറയാൻ പാടില്ല. ഓക്കെ, അവരുടെ നൊസ്റ്റാൾജിയാണ് ഇപ്പോഴത്തെ റീൽസ്. നോക്കുമ്പോ അയാളും ഞാനും തമ്മിൽ ജനുവരിയിൽ എന്നുള്ള പാട്ട്, കമ്മത്തൻ കമ്മത്തിലെ നിന്റെ പിന്നാലെ നമ്മൾ പിണങ്ങലെ നീ, ഇതൊക്കെയാണ് ട്രെൻഡിങ്. അപ്പൊ എനിക്ക് മനസ്സിലായി അതെ അവർക്കിത് നൊസ്റ്റാൾജിയായി മാറി തുടങ്ങി എന്നുള്ളത്. ആ ഒരു കാലത്തെ പാട്ടുകളാണ് ഇപ്പൊ വീണ്ടും വൈറലാണ്. അപ്പൊ അതുപോലെ പാട്ടുകൾക്ക് ഇപ്പൊ സൈക്ലിക്കൽ നേച്ചറിൽ റീബർത്ത് സംഭവിക്കുന്നുണ്ട് പല പാട്ടുകൾക്കും. ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന സിനിമകളും പ്രോജക്ട്സും ഒക്കെ? ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നു ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ ഷെയ്ൻ അഭിനയിക്കുന്ന ഫിലിമാണ് ഇപ്പൊ ഇറങ്ങാനുള്ള. ലെവൽ ക്രോസ് എന്നുള്ള ഫിലിം ഉണ്ട്, ആസിഫും ഷറഫുദ്ദീൻ അമലാപ്പോൾ അഭിനയിക്കുന്ന. പിന്നെ ബാരോസിൽ പാട്ട് എഴുതിയിട്ടുണ്ട്, കത്തനാറിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ സിനിമകൾ ഇറങ്ങാനുണ്ട്. വേറെയും 1-2 ഫിലിംസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തീർന്നു കഴിയുമ്പോൾ വഴിയെ പറയാം. ഓക്കെ, എനിവേ താങ്ക് യു വിനായക്, വളരെ സന്തോഷം സംസാരിച്ചത്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഷേക്കൻ്റെ ഓക്കെ.